ഡോക്ടർ അൻല ന്യൂ ലൈഫ് ഹെൽത്ത് ടിപ്സ് പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മിക്ക വീട്ടിലും ഒരാൾക്കെങ്കിലും ഉള്ള പ്രശ്നമാണ് ഉയർന്ന രക്തസമ്മർദ്ദം. എങ്ങനെയാണ് ഉയർന്ന ബി.പിയെ നിയന്ത്രിക്കുക? വീട്ടിലിരുന്ന് തന്നെ ബി.പി കൺട്രോൾ ചെയ്യുവാൻ എന്ന് നോക്കാം. എന്താണ് ബി.പി എന്ന് നോക്കാം. സാധാരണഗതിയിൽ രണ്ടളവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നോർമൽ അളവ് 120/80 mmHg. ഇതിൽ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ ഉണ്ട്. സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം കോൺട്രാക്ട് ചെയ്യുമ്പോൾ രക്തം രക്തക്കുഴലിൽ പമ്പ് ചെയ്ത് അവിടെ പതിക്കുന്ന ആ ഒരു പ്രഷറിനെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. 110 മുതൽ 140 വരെ പോകാവുന്നതാണ്. 140 മുകളിൽ പോവുകയാണെങ്കിൽ അത് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ കോൺട്രാക്ഷൻ, അതായത് രണ്ട് ഹാർട്ട് ബീറ്റിന് ഇടയ്ക്ക് ഉണ്ടാകുന്ന റെസ്റ്റിംഗ് ഫേസിൽ ഉണ്ടാകുന്ന ആ രക്തത്തിൻ്റെ പ്രഷറിനെയാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അത് 70 മുതൽ 90 വരെ പോകാം. 90 മുകളിൽ പോവുകയാണെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദമാണ്. സാധാരണഗതിയിൽ പുരുഷന്മാരിൽ 45 വയസ്സും സ്ത്രീകളിൽ 65 വയസ്സും മുകളിൽ പ്രായമുള്ളവർക്കാണ് ബി.പി കൂടുതലായി കണ്ടുവരുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പല ആളുകളിൽ ജീവിത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ, ജീവിതത്തിലെ ജോലികളുടെ തിരക്ക് കാരണം 25 വയസ്സ് മുതൽ തന്നെ പ്രഷർ കാണുന്നുണ്ട്. ടെൻഷൻ പ്രധാനമായി 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, മറ്റേത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്നത് സാവധാനമായി ക്രമേണ കൂടി വരുന്ന പ്രഷറാണത്. കൂടുതലും പാരമ്പര്യമായിട്ട് ഉള്ളതാണ്. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ മറ്റ് അസുഖങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രഷർ. വേറെ എന്തെങ്കിലും രോഗമുണ്ടാവുകയോ അതു കാരണം ഉണ്ടാകുന്ന പ്രഷറിനെയാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഹൃദ്രോഗം ഉള്ള ആളുകൾക്ക് വരുന്ന പ്രഷർ, കിഡ്നി സംബന്ധമായ രോഗമുള്ളവർക്ക് വരുന്നത്, ഇതിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ഈ കാരണങ്ങൾ, ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങൾ നാം അറിയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് മറ്റ് എല്ലാ ജീവിതശൈലികൾക്കും ഉള്ള കാരണങ്ങൾ പോലെ തന്നെ പുകവലി, മദ്യപാനം, പാരമ്പര്യം, ജീവിതശൈലികൾ, പാരമ്പര്യം, വ്യായാമമില്ലായ്മ, ആഹാരത്തിൻ്റെ നിയന്ത്രണം ഇല്ലാത്തത്, ആഹാരം എന്തും വലിച്ചുവാരി കഴിക്കുക, ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നത്, ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത്, ജങ്ക് ഫുഡ് കഴിക്കുന്നത്, ഇതുകൊണ്ടാണ് പ്രഷർ ഉണ്ടാവാൻ കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് സ്ട്രെസ്, മാനസിക പിരിമുറുക്കം. നമ്മുടെ തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ ജോലി സംബന്ധമായ പ്രഷർ ഉണ്ടാവാറുണ്ട്. മറ്റൊന്ന് ഡയബറ്റിക് കൺട്രോൾ ചെയ്യാതെ പ്രമേഹ പ്രഷർ ഉണ്ടാവാൻ വളരെയധികം കാരണമാണ്. പ്രഷർ ഉള്ള ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ്. ഉയർന്ന രക്തസമ്മർദ്ദം നിലനിന്ന് പോകുമ്പോൾ അതു കാരണമായിട്ട് ഉണ്ടാവുന്ന മറ്റു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ടത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാവുകയും അത് ഹാർട്ട് അറ്റാക്കിൽ എത്താനും സാധ്യതയുണ്ട്. മറ്റൊന്നാണ് നമ്മുടെ ബ്രെയിനിലെ രക്തക്കുഴലിൽ ക്ലോട്ട് ഉണ്ടാവുകയും അവിടെ ബ്ലീഡിംഗ് ഉണ്ടാവുകയും അങ്ങനെ ഹെമറാജിക് സ്ട്രോക്ക് ഉണ്ടാകുന്നു. ബ്രെയിൻ സ്ട്രോക്ക് ഉണ്ടാവാൻ ഇത് കാരണമായേക്കാം. നമ്മുടെ കണ്ണിലേക്കുള്ള രക്തക്കുഴലുകളിൽ ഇതുപോലെ പ്രഷർ ഉണ്ടാവുകയും അത് അന്ധതയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുവാനുള്ള ടിപ്സ് ടു പ്രിവെൻറ്റ് ഹൈ ബി.പി. ദിവസവും ഉലുവ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. മറ്റൊന്ന്, പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കാം, കരിക്ക്, നേന്ത്രപ്പഴം എന്നിവ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വൃക്ക രോഗമുള്ളവർക്ക് ഉയർന്ന രക്തസമ്മർദ്ദം കാണാം. ഇങ്ങനെയുള്ളവർ പൊട്ടാസ്യം അടങ്ങിയ കഴിക്കുന്നതിന് മുൻപായി ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്. വിറ്റാമിൻ സി അടങ്ങിയ നാരങ്ങ, നെല്ലിക്ക എന്നിവ ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ നല്ലതാണ്. നന്നായി ഉറങ്ങുക. ദിവസേന 6 മണിക്കൂറെങ്കിലും ഉറങ്ങുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒമേഗ 3 അടങ്ങിയ ഫാറ്റി ആസിഡ് കഴിക്കുക. ഭക്ഷണത്തിൽ തക്കാളി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. തക്കാളിയിൽ അടങ്ങിയ ലൈക്കോപ്പീൻ ബി.പി കുറയ്ക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഇലക്കറികൾ ബി.പി കുറയ്ക്കാൻ നല്ലതാണ്. ഇത്രയും പറഞ്ഞതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മരുന്ന് നിർത്തി ഞാൻ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതുപോലെ ടിപ്സ് എല്ലാം പരീക്ഷിക്കാനായി നിൽക്കരുത്. മറിച്ച് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ഇത് ചെയ്യുക. കൂട്ടത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കുക.
നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്